എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സേമിയ പായസം തയ്യാറാക്കാം. സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സേമിയ പായസം തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സാധാരണ സേമിയ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇത് നെയ്യിൽ വറുത്തിടാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 എണ്ണം. പിന്നെ നെയ്യിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ വേണ്ടത് ഏലക്കായ പൊടിച്ചതാണ്. ഞാനിപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് ഏലക്കായ പൊടിച്ചെടുത്തതാണ് കേട്ടോ. കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ മതി നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട്. പിന്നെ ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ 1/2 കപ്പ് സേമിയയ്ക്ക് വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക് പൗഡറിന് പകരം നിങ്ങൾക്ക് നാളികേരം ചെരുകി പിഴിഞ്ഞെടുക്കാം. അതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരു 1.5 നാളികേരം എന്തായാലും വേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇത് നല്ലപോലെ തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2ാം പാല് റെഡി ആയിട്ടുണ്ട്. ഇനി തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ 1ാം പാല് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 10-15 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കാഷ്യൂനട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഇതുപോലെ അരച്ചെടുത്തത് നമ്മൾ പായസത്തിലേക്ക് ചേർക്കുമ്പോൾ പായസം കൂടുതൽ ടേസ്റ്റി ആയിട്ടും വരും. അതുപോലെ പായസം അത്യാവശ്യം തിക്കായിട്ടും വരും. പിന്നെ നമുക്ക് ഒരു കടായി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണിൽ നിറച്ച് തന്നെ നെയ്യ് ചേർക്കുന്നുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് തന്നെ ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ കാഷ്യൂനട്ടിൻ്റെ കളറൊന്നും ഒരുപാട് കൊണ്ട് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, കാഷ്യൂനട്ടിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരുമല്ലോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് കോരി മാറ്റാം. ഇനി സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ 1/2 കപ്പ് സേമിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സേമിയ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. റോസ്റ്റഡ് സേമിയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടൊന്ന് എന്താ പറയുക ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് സമയം ഇതുപോലെ ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സേമിയയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയിട്ട് വന്നോളൂ. ഇപ്പോൾ കണ്ടില്ലേ, സേമിയ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച 2ാം പാലില്ലേ അത് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ.
ഇപ്പോൾ നമ്മുടെ രണ്ടാം പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സേമിയ ഒന്ന് കുക്കായിട്ട് വരണ വരെ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ വെന്ത് വരട്ടെ. ഇതിലിപ്പോൾ യെല്ലോ കളർ കാണുന്നത് നെയ്യുടെ കളറാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് മതിയാവുന്ന തോന്നുന്നു. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒന്നാം പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ പായസം നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് എടുക്കരുത്. കാരണം ചൂടാറി കഴിയുമ്പോൾ പിന്നെ അത് ഭയങ്കരമായിട്ട് കട്ട പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഇനി തണുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സേമിയ പായസം അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നന്നായിട്ട് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.